ഉൽപ്പത്തി പുസ്തകം എടുക്കാം, 32-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. അവിടെ നിൽക്കത്തില്ല, ദൂതിലോട്ട് കയറുക. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എന്റെ സഹോദരനായ ഏശാവിന്റെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കുക, എന്റെ സഹോദരനായ ഏശാവിന്റെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. ഏശാവ് യാക്കോബിന് അനുകൂലമോ പ്രതികൂലമോ? പറ. പ്രതികൂലം. അപ്പൊ രക്തബന്ധങ്ങൾ പ്രതികൂലം ആവുമോ? ആവും. അവന്റെ വീട്ടുകാർ തന്നെ അവന്റെ ശത്രുക്കൾ. മിണ്ടുന്നില്ല. യോസഫിന്റെ എതിരാളി നാട്ടിൽ നിന്നായിരുന്നു, വീട്ടിൽ നിന്നായിരുന്നു? പറ. അപ്പം നാട്ടിൽ നിന്നും പോരാട്ടങ്ങൾ വരാം, വീട്ടിൽ നിന്നും പോരാട്ടങ്ങൾ വരാം. പക്ഷെ നാട്ടിൽ നിന്ന് വരുന്ന പോരാട്ടവും വീട്ടിൽ നിന്ന് വരുന്ന പോരാട്ടവും രണ്ടായിട്ട് കാണരുത്. മിണ്ടുന്നില്ല. പോരാട്ടം എവിടെ നിന്ന് വന്നാലും നീ പേടിക്കേണ്ട, നിന്റെ പ്രാർത്ഥനയിൽ ആ പോരാട്ടത്തിന് പരിഹാരം ഉണ്ടാവും. പിന്നെ പോരാടുന്നവന്റെ ഗതി ഓർത്തോണം. യോസഫിനോട് പോരാടിയവന്മാർ എന്നും ഈ ചാക്കു എടുത്തുകൊണ്ട് ഭിക്ഷ എടുക്കുക. പോരാട്ടത്തിന് മുമ്പ് ചിരിച്ചോണ്ട് നിന്ന യോസഫ് ഭിക്ഷ എടുക്കുന്നവന് അളന്നു കൊടുക്കുക. മിണ്ടുന്നില്ല. എന്നും ഇങ്ങനെ ചാക്ക എടുത്തോണ്ട് ഇറക്കണോ അതോ അളന്നു കൊടുക്കണോ? മിണ്ടുന്നില്ല. ഓർപ്പയെന്ന് പറഞ്ഞൊരു കൊച്ചു നാട് വിട്ടുപോയി. എതിരെ പോയെന്ന് ഒരു പിടിയില്ല. രൂത്ത് എന്ന് പറഞ്ഞ പെണ്ണ്, അവള് പറയും എപ്പോൾ ചെന്നാലും അളന്നു കൊടുക്കാൻ പ്രാപകമായ വയലിലാണ് നിൽക്കുന്നത്. മനസ്സിലായില്ല. എല്ലാവരും വിട്ടുപോയി, എന്നാൽ ഞാനും വിട്ടുപോയി. ഓർപ്പയുടെ വിട്ട് പോകരുത്. ഓർപ്പയെന്ന് 1-2 അടുത്ത ബൈബിളിലുള്ളൂ. ഇന്ന് ആര് പ്രസംഗം എടുത്താലും രൂത്ത. ഓർപ്പയുടെ കാര്യം മിണ്ടുന്നു പോലും. ഒറ്റ പിള്ളേർക്ക് ഓർപ്പയെന്ന് പേരിട്ടിട്ടില്ല. എല്ലാവർക്കും എന്തുവാ? മിണ്ടുന്നില്ല. അപ്പം ഞാനൊരു കാര്യം തുറന്ന് പ്രസംഗിക്കും. ഇങ്ങോട്ട് നോക്കുക. ഹല്ലേലൂയ. സ്തോത്രം. ഇനി ഇച്ചിരിയുടെ ഗഹനമായിട്ട് ഈ ദൂതിലോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം കൂടെ പഠിക്കാൻ കഴിയും. എൻ്റെ സഹോദരനായ ഏശാവിന്റെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. പക്ഷെ അവൻ വന്ന് എന്നെയും മക്കളോടുകൂടെ തള്ളയെ നശിപ്പിക്കുന്നു ഞാൻ ഭയപ്പെടുന്നു. യാക്കോബിനോടുള്ള ഏശാവിന്റെ പോരാട്ടം എന്ന് തുടങ്ങിയതാ? അമ്മയുടെ ഉദരത്തിൽ തുടങ്ങിയതാ. ജനിച്ചു വന്നപ്പോളെ മിണ്ടുന്നില്ല. ജനിച്ചു വന്നപ്പോളെ മുമ്പിൽ ചാടി. പക്ഷെ യാക്കോബ് കുതികാലെ പിടിച്ചു. എന്ന് പറഞ്ഞാൽ നീ എത്ര മുമ്പിൽ പോയാലും നിന്നെ എന്ത് ചെയ്യത്തില്ല, വിടത്തില്ല. ഞാൻ മുമ്പിൽ പോവും. ഇത് വെളിപ്പാടി കണ്ട പൗലോസ് റോമാലേഖനത്തിൽ എഴുതിയൊരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? ഒരാളെ ദോഷിച്ചു, സ്നേഹിച്ചു, മറ്റവനെ അവൻ വല്ല തെറ്റി അല്ല, നിനക്കാണ് മുമ്പിൽ പോകാനുള്ള വിളി. മിണ്ടുന്നില്ല. നിന്റെ വീട്ടിൽ നിന്ന് എല്ലാവരെയും കണ്ടിട്ടില്ല, പക്ഷെ ഒരാളെ കണ്ടിട്ടുണ്ട്. അത് നീ തന്നെയാണ്.